നവരാത്രി മഹോത്സവത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ആദി പരാശക്തിയെ, ജഗത് ജനനിയെ 9 രാത്രികളും 10 പകലുകളുമായി ശ്രദ്ധാഭക്തിയോടുകൂടി ആരാധിക്കുന്ന അതിവിശിഷ്ടമായിട്ടുള്ള അതിപാവനമായ പുണ്യദിനങ്ങളാണ് ഈ 9 ദിവസം, നവരാത്രി ദിവസം എന്ന് പറയുക. നവരാത്രി ദിവസം ജഗത് ജനനിയെ 9 ഭാവങ്ങളിലായി ഭക്തർ പൂജിച്ചാരാധിക്കുന്നു. ആദ്യ ദിവസം ശൈലപുത്രിയായും ബ്രഹ്മചാരിണിയായും ചന്ദ്രഖണ്ഡയായും കുഷ്മാണ്ഡയായും സ്കന്ദമാത ആയിട്ടും അതേപോലെ തന്നെ കാർത്യായനിയായും കാളരാത്രിയായും മഹാഗൗരിയായും സിദ്ധിതയായും ആളുകൾ ജഗജ്ജനനിയെ, പ്രപഞ്ചമാതാവിനെ ഭക്തമാനസങ്ങൾ പൂജിച്ചാരാധിക്കുന്ന പുണ്യദിനങ്ങളാണ് നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ജഗജ്ജനനിയെ, പരാശക്തിയെ, ശാരദയെ കുടിയിരുത്തി. ആദ്യം ശാരദ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ആദ്യമായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത് ശങ്കര ഭഗവത്പാദരാണ്. കർണാടകയിൽ തുംഗഭദ്ര നദിയുടെ തീരത്ത് ശൃംഗേരിയിൽ തൻ്റെ ആദ്യ മഠം സ്ഥാപിച്ചു. അവിടെ ശാരദയെ കുടിയിരുത്തി. ഒരിക്കൽ ശങ്കരാചാര്യർ അതിവിശിഷ്ടമായ ഒരു കാഴ്ച കാണുവാനിടയായി. ഇതാ ഒരു ഗർഭിണിയായ തവളയ്ക്ക് മഴ നനയാതെ കുട പിടിക്കുന്ന മൂർഖൻ പാമ്പ്. വൈരങ്ങളെല്ലാം മറന്ന് ശത്രുക്കൾ മിത്രഭാവത്തിലിരിക്കുന്ന അതിവിശിഷ്ടമായ കാഴ്ച ദർശിച്ച ശങ്കര ഭഗവത്പാദർ വളരെ പുണ്യമായ സ്ഥലമാണിത്, വളരെ പരിപാവനമായ സ്ഥലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ആദ്യ മഠം അവിടെ സ്ഥാപിച്ചു. അതാണ് ശൃംഗേരി മഠം. അതുപോലെ തന്നെ ശാരദയെ കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു ശ്രമവും ആചാര്യസ്വാമികൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ദേവിയെ കേരളത്തിലേക്ക്, കേരള മണ്ണിലേക്ക് ആനയിക്കുമ്പോൾ തൻ്റെ സ്ഥലത്തേക്ക് വരണമെന്ന് ജഗജ്ജനനിയോട് കരുണാപൂർവം അപേക്ഷിച്ചപ്പോൾ അവിടെ അമ്മയും ഭക്തനും തമ്മിൽ ഒരു കരാറുണ്ടായി. കൂടെ വരാം, പക്ഷേ തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ അമ്മയും ഭക്തനും തമ്മിൽ കരാറുണ്ടാക്കി ശങ്കരാചാര്യരുടെ കൂടെ, ശങ്കരൻ്റെ കൂടെ ജനനിയും എഴുന്നള്ളി. എങ്ങനെയാണ് അമ്മ കൂടെയുണ്ടെന്ന് ശിഷ്യൻ മനസ്സിലാക്കുന്നത്, ഭക്തൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അമ്മയുടെ കാൽച്ചിലമ്പിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ അമ്മ കൂടെയുണ്ട് എന്ന് ആചാര്യസ്വാമികൾക്ക് മനസ്സിലാവും. പക്ഷേ ഇതാ കുറേ സമയമായിട്ടും കാൽത്താമരയിൽ അണിഞ്ഞിട്ടുള്ള കാൽത്തളകളുടെ ശബ്ദം കേൾക്കുന്നില്ല. കർണാടകയിലെത്തിയപ്പോൾ ദാ ഇന്ന് ദിവ്യമായ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോൾ ശങ്കരൻ പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവിടെ ജനനി സ്ഥിതയായി. അങ്ങനെ ശങ്കര ഭഗവത്പാദരാൻ എവിടെയാണോ ദേവി സ്ഥിതയായത് അവിടെ ശങ്കര ഭഗവത്പാദരുടെ തൃക്കൈകൾ കൊണ്ട് ശാരദയെ കുടിയിരുത്തി. പിന്നെ 1200 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു ശാരദാ പ്രതിഷ്ഠ നടക്കുന്നത്. തെക്കൻ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ ശാരദയെ ശിവഗിരിയിൽ കുടിയിരുത്തി. ശാരദ എന്ന് പറയുന്ന സങ്കല്പം സാധാരണ ദേവീ സങ്കല്പം പോലെ ഒന്നല്ല. സാത്വികഭാവത്തിൽ മഹാലക്ഷ്മിയായും, രാജസഭാവത്തിൽ സരസ്വതിയായും, താമസഭാവത്തിൽ മഹാകാളിയായും വിരാജിക്കുന്ന ശക്തി, 3 ശക്തികളും ഏതൊന്നിൽ സമന്വയിച്ചിരിക്കുന്നുവോ അതത്രേ ശാരദ. ശാരം ദദാതി ഇതി ശാരദ. പണ്ഡിതന്മാരാൽ പൂജിക്കപ്പെടുന്നവൾ, വെളുത്ത താമരയിൽ വസിക്കുന്നവൾ, അറിവിൻ്റെ ഇരിപ്പിടമായിട്ടുള്ളവൾ, ശരത്കാലത്തുണ്ടായവൾ എന്നൊക്കെയാണ് ശാരദ എന്ന വാക്കിൻ്റെ അർത്ഥം. ശാരദയെ കുടിയിരുത്തിയ ആലയത്തിന് അവിടുന്ന് ശാരദാ ക്ഷേത്രം എന്ന് നാമകരണം ചെയ്തില്ല, ശാരദാ മഠം. മഠം എന്നാൽ ഗുരുവും ശിഷ്യനും ഒത്തുചേരുന്ന ഇടം. മഠം ഛാത്രാദി നിലയം. ഗുരു ശിഷ്യ പാരസ്പര്യത്തെ വിളിച്ചോതുന്നു ശാരദാ മഠം. എന്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമുക്ക് ശാരദയെ കുടിയിരുത്തി തന്നത്?
മനുഷ്യൻ മൃഗതുല്യനായി കഴിയുന്നത് വിദ്യയില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അവനിലേക്ക് വിദ്യയെ പകർന്നു കൊടുക്കണം. അതിനുവേണ്ടി അവിടുന്ന് വിദ്യാസ്വരൂപിണിയെ ജഗജ്ജനനിയെ കുടിയിരുത്തി. ശാരദാ പ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപ് അതിൻ്റെ ഷഠാധാര പ്രതിഷ്ഠ എന്നോണം ഒരു ശൂലപ്രതിഷ്ഠ അവിടുന്ന് നടത്തുകയുണ്ടായി. ആ സമയത്ത് അവനവഞ്ചേരി മാധവാനന്ദ സ്വാമികൾ, ചൈതന്യസ്വാമികൾ, അതുപോലെ തന്നെ ചിന്നസ്വാമി എന്നറിയപ്പെടുന്ന കുമാരനാശാൻ തുടങ്ങിയ അതിവിശിഷ്ടരായിട്ടുള്ള ഗുരുവിൻ്റെ ശിഷ്യഗണങ്ങൾ ഉൾപ്പെടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പനമ്പ് കൊണ്ട് മറച്ച ഒരു ചെറിയ മന്ദിരത്തിലാണ് ഈ ശൂലപ്രതിഷ്ഠ നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ശൂലം പ്രതിഷ്ഠിക്കാൻ പോകുന്നു എന്നറിഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ വന്നുകൂടി. തൃപ്പാദങ്ങൾ ഈ ശൂലം കയ്യിലെടുത്തത് മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ. അവിടെ ഒരു ജ്വാല പ്രത്യക്ഷമാവുകയും അവിടെ അതിശക്തമായ ഒരു ചൈതന്യ വിശേഷം ഉണ്ടാവുകയും ആ ചൈതന്യത്തിൻ്റെ ആ ഒരു ചൂടിനാൽ അതികഠിനമായ ചൂടനുഭവപ്പെട്ടതിനാൽ ആളുകളെല്ലാം ഓടിമാറി. ഈ സമയത്ത് തൃപ്പാദങ്ങൾ ശൂലപ്രതിഷ്ഠ, ശാരദാ പ്രതിഷ്ഠയുടെ മുന്നോടിയായിട്ടുള്ള ഷഠാധാര പ്രതിഷ്ഠ എന്ന വണ്ണമുള്ള ശൂലം പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. 1912 ചിത്രാ പൗർണമി നാളിൽ, അതായത് 1912 മെയ് മാസം 1-ാം തീയതി, 1087 മേടമാസം 18-ാം തീയതിയാണ് ഭഗവാൻ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് ശാരദയെ കുടിയിരുത്തിയത്. ശാരദാ വിഗ്രഹം നിർമ്മിച്ചതാകട്ടെ ഭഗവാന്റെ വത്സല ശിഷ്യയായിട്ടുള്ള ഒരു ഭക്തഗൃഹത്തിൽ വെച്ചാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ കുടുംബ വീടായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ തിരുവനന്തപുരത്ത് എഴുന്നള്ളി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു അമ്മ ഭഗവാന് നിവേദ്യമർപ്പിക്കുന്നത് പോലെ ഭക്ഷണങ്ങൾ ഒരുക്കി ഭഗവാന് വേണ്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കും. അങ്ങനെ ഒരു ഭക്തഗൃഹമുണ്ട്, തോപ്പിൽ ഭവനം, ഡോക്ടർ പൽപ്പുവിൻ്റെ കുടുംബ വീടായിട്ടുള്ള തോപ്പിൽ ഭവനത്തിലെ മീനാക്ഷി അമ്മ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എഴുന്നള്ളുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് മറ്റൊരു വസ്ത്രം കൊണ്ട്, ശുഭ്രവസ്ത്രം കൊണ്ട് തലമുടിയൊക്കെ പൊതിഞ്ഞു കെട്ടി ദേവന് നിവേദ്യമർപ്പിക്കുന്നത് പോലെ ഭഗവാനെ ശുശ്രൂഷിച്ച് പരിചരിക്കും, പൂജിച്ച് ആരാധിക്കും. അതുകൊണ്ട് എന്തുകൊണ്ടും ശാരദാ വിഗ്രഹം നിർമ്മിക്കുവാൻ ഏറ്റവും യോഗ്യമായ സ്ഥലം ഇത് തന്നെയാണല്ലോ. അതിൽ രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല. തൃപ്പാദങ്ങൾ ശാരദാ വിഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിന് തിരഞ്ഞെടുത്തതും തോപ്പിൽ ഭവനമാണ്. അന്ന് ശില്പകലയിൽ അതികേമനായിട്ടുള്ള ഒരാളെ തന്നെ കൊണ്ടുവരികയും ശാരദാ വിഗ്രഹത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ശാരദാ വിഗ്രഹത്തിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് വിഗ്രഹം കാണുവാൻ ഗുരു എഴുന്നള്ളി. ഇത് കണ്ട ഉടനെ അവിടുന്ന് ചോദിച്ചത് ഇതാര്, അപ്പുറത്തെ നങ്ങേലിക്കുട്ടിയോ എന്നാണ്. അതായത് വിഗ്രഹത്തിൽ ഒരുപാട് ന്യൂനതകൾ കണ്ടെത്തി. ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ യോഗ്യമല്ല എന്ന് അവിടുന്ന് കൽപ്പിച്ചരുളുകയും എവിടെ നിന്നാണെന്നറിയില്ല ഒരാൾ തോപ്പിൽ ഭവനത്തിലെത്തുകയും വിഗ്രഹ നിർമ്മാണം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ വിഗ്രഹം പൂർത്തിയായി. ഭഗവാന്റെ തൃക്കരങ്ങൾ കൊണ്ട് ശാരദയെ ശിവഗിരിയിൽ കുടിയിരുത്തുകയും ചെയ്തു. ശാരദ മഠം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, അത് സാധാരണ ഒരു ക്ഷേത്ര സങ്കല്പമല്ല. രണ്ടു വശത്തും വാതിലുകളോടുകൂടി 8 പട്ടങ്ങളോടുകൂടി 8 വർണ്ണച്ചില്ലുകളോടുകൂടിയ ശാരദാ മഠം. അതിൽ വെള്ളത്താമരയിൽ വസിക്കുന്ന ശാരദ, വെള്ളത്താമര നിഷ്കളങ്ക ഭക്തൻ്റെ മനസ്സിൻ്റെ പ്രതീകമാണ്. എവിടെയാണോ നിഷ്കളങ്കമായ മനസ്സോടുകൂടി അമ്മയെ ഉപാസിക്കുന്നത് അവരുടെ ഹൃത്തടത്തിൽ ദേവിയുടെ വിളയാട്ടമുണ്ടാവും. എത്രയോ വ്യക്തമായി ഭദ്രകാളി അഷ്ടകത്തിലൊക്കെ അത് പറയുമല്ലോ. ആനന്ദൈക തരംഗിണീ അമലഹൃന്നാളീക ഹംസീമണീം പീനോ തുംഗ ഖനസ്തനാഖനലസത് പാടീര പങ്കോജ്വലാം. അവിടെ വ്യക്തമായിട്ട് പറയും ആനന്ദം മാത്രം പകർന്നു കൊടുക്കുന്നവളാണ്. പിന്നെയോ അമലമായ ഹൃദയങ്ങളിൽ, മലമില്ലാത്ത ഭക്തഹൃദയങ്ങളിൽ ദേവി ഒരരയന്നപ്പിടയായി തുള്ളിക്കളിക്കും എന്ന് അവിടെ വ്യക്തമായി പറയും. അങ്ങനെ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദയെ കുടിയിരുത്തി.